السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖാണ് വളരെ ശ്രേഷ്ഠമായ ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ ഇങ്ങനെയുള്ള ഒരവസരം ലഭിച്ചു എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മുടെ സാലിഹായ കർമ്മത്തിൻ്റെ രേഖയിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പഠിക്കാനെടുത്തിരിക്കുന്ന സൂറത്തുൽ മുൽക്കാണ്. സാധാരണ നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്തായതുകൊണ്ടാണ് ഈ ഒരു സൂറത്ത് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. സൂറത്തിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പല പേരുകളിലും ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത് സൂറത്തുൽ മുൽക്ക് എന്ന പേരിൽ ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തേത് സൂറത്തു തബാറക എന്ന പേരിലും ഇതറിയപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന പേരിലും ഇതറിയപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൽ മാനിഅ, അൽ മുജാദല എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതകളായി പറയപ്പെടുന്നത് യുക്തർ റജുലു ഫീ ഖബ്രിഹി ഫതുക്ത റിജ്ലാഹു ഫതഖൂലു റിജ്ലാ. ഒരാൾ അവൻ ഖബറിലാവുകയും മലക്കുകൾ അവൻ്റെ കാലിൻ്റെ ഭാഗത്തിലൂടെ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവൻ്റെ കാലുകൾ പറയുന്നതാണ്, ലൈസ ലക്കും അലാ മാ ഖിബലി സബീലുൻ, എൻ്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യമല്ല എന്ന് മലക്കുകളോട് പറയും. കാരണം ഈ പറഞ്ഞ വ്യക്തി സൂറത്തു മുൽക്ക് പാരായണം ചെയ്തവനാണ് എന്നവൻ്റെ കാലുകൾ പറയുന്ന, അവൻ്റെ നെഞ്ചിലൂടെയും അവൻ്റെ വയറിലൂടെയുമൊക്കെ മലക്കുകൾ വരുന്ന സന്ദർഭത്തിൽ, അവൻ്റെ തലഭാഗത്തിലൂടെ ഇങ്ങനെയൊക്കെ മലക്കുകൾ വരുന്ന സന്ദർഭത്തിൽ, ഈ സന്ദർഭത്തിലെല്ലാം അവൻ്റെ അവയവങ്ങൾ വിളിച്ചു പറയുന്നതാണ്, ഇവൻ സൂറത്തു മുൽക്ക് പാരായണം ചെയ്തവനാണ്. കാന യഖറഉ ബി സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ടുണ്ട്. ഫഹിയൽ മാനിഅ, അത് തടയുന്നതാണ്. തംനഉ മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് തടയുമെന്ന് ഓരോ അവയവങ്ങളും വിളിച്ചു പറയും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നത്, വമൻ ഖറഅഹാ ഫീ ലൈലത്തിൻ ഫഖദ് അക്സറ വ അത്യബ, ആരെങ്കിലും ഇത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ വളരെ വലിയൊരു നന്മയാണ് ചെയ്തു വെച്ചത്, വളരെ വലിയ പുണ്യമാണ് അവൻ കാത്തു സൂക്ഷിച്ചത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഇതിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് തന്നെ സൂറത്തു തബാറക ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് സൂറത്തു തബാറക എന്നാണ് ഹദീസിൽ വന്നത്. ആ ഹദീസിൻ്റെ പദം എടുത്തുകൊണ്ടാണ് സൂറത്തു തബാറക എന്ന പേരും ഈ സൂറത്തിന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതയായി പറയുന്നത് ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്തൻ, 30 ആയത്താണ്. ശഫഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കുവോളം അവൻ ശുപാർശ ചെയ്തുകൊണ്ടേയിരിക്കും. വഹിയ സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആ ഹദീസിൽ സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. 30 ആയത്താണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കുവോളം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട ശ്രേഷ്ഠതകളിൽ നിന്നെല്ലാം എത്രത്തോളം നമ്മൾ നമ്മുടെ രാത്രികളിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് പാരായണം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയും ശ്രേഷ്ഠതയുമാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഏറിപ്പോയാൽ ഒരു 4 മിനിറ്റ് ആ സൂറത്ത് പാരായണം ചെയ്യാൻ എടുക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ശ്രേഷ്ഠത മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അത് എല്ലാ രാത്രികളിലും പാരായണം ചെയ്യാനുള്ള ഒരു തിടുക്കം, ഒരു നന്മയോടുള്ള ഒരു ആഗ്രഹം കൂടി നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സൂറത്ത് അവതീർണമായിട്ടുള്ളത് മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير تبارك الذي بيده الملك وهو على كل شيء قدير തബാറക എന്നാണ് ആ സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത്. തബാറക എന്ന് പറഞ്ഞുകൊണ്ടാണ്. തബാറക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തആല തആലമ വതകാസറ ഖൈറുഹു വബിർറുഹു, അനുഗ്രഹപൂർണനായ സർവശക്തനായ എല്ലാവിധ നന്മയും എല്ലാ മഹത്തരമായ ഗുണങ്ങളും വർദ്ധിച്ചവൻ എന്നാണ് തബാറക്കയുടെ അർത്ഥം. തബാറക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതനായവൻ, അനുഗ്രഹപൂർണനായവൻ എന്നൊക്കെയാണ് തബാറക്കന്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബറക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റത്തുൽ ഖൈരി വദവാമുഹു, ഒരുപാട് ഖൈർ ഉണ്ടാവുക, അതോടൊപ്പം ആ ഖൈർ സ്ഥിരപ്പെടുകയും ചെയ്യുക എന്നതാണ്. തബാറക്ക അനുഗ്രഹപൂർണനായിട്ടുണ്ട്. അല്ലദി യാതൊരുവൻ ബിയദിഹിൽ മുൽക്ക്, ആരുടെ കയ്യിലാണോ ആധിപത്യം അവൻ അനുഗ്രഹപൂർണനായിട്ടുണ്ട്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നാണ് ആയത്തിൻ്റെ സാരം. അപ്പം ഇവിടെ അള്ളാഹുവിലേക്ക് ആധിപത്യം ചേർത്ത് പറയുകയാണ്. അള്ളാഹു അനുഗ്രഹപൂർണനാണ്, അവൻ്റെ അടുക്കലാണ് ആധിപത്യം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടേതാണ് എന്ന് കരുതുന്ന എന്തൊക്കെയുണ്ടോ ശരിക്കും അതൊന്നും നമ്മുടേതല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം നമുക്കുണ്ടാകും എന്നതാണ്. എത്ര തന്നെ വലിയ കാറുകളും എത്ര തന്നെ വലിയ വീടുകളും നമ്മൾ പണിതാലും ശരി, എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനായി നമ്മൾ മടങ്ങുന്ന ഒരവസ്ഥയുണ്ട് എന്നതാണ്. അന്ന് നമുക്ക് ബോധ്യപ്പെടും യഥാർത്ഥ ആധിപത്യം അത് അള്ളാഹുവിൻ്റെ ആധിപത്യമാണ്, യഥാർത്ഥ ഉടമസ്ഥാവകാശം അത് അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു രംഗമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. തബാറക, അനുഗ്രഹപൂർണനായിട്ടുണ്ട്. അല്ലദി യാതൊരുവൻ ബിയദിഹിൽ മുൽക്ക്, അവൻ്റെ കയ്യിലാണ് സർവ്വ ഉടമസ്ഥാവകാശവും അവൻ്റെ കയ്യിലാണുള്ളത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടേതാണ് എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്, അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് നമുക്ക് അള്ളാഹു അനുവദിച്ച ഒരു കാര്യം തന്നെ നമ്മുടേതാണെങ്കിൽ പോലും നമുക്കത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുക? അള്ളാഹു അനുവദിച്ച രീതിയിലാണ്. നമുക്ക് തോന്നിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് കാര്യങ്ങൾ നമ്മുടേതാണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അതാണ് ധനത്തിൻ്റെ വിഷയത്തിലൊക്കെ ധനം ചെലവഴിക്കുന്നിടത്ത് ദൂർത്ത് കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മുടേതാണ് എന്ന് നമ്മൾ കരുതുന്നത് പോലും അള്ളാഹു എങ്ങനെയാണോ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ആ രൂപത്തിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടേതാണ് എന്ന് കരുതുന്ന മുൽക്ക് അത് നീങ്ങിപ്പോകും എന്ന ബോധ്യം ഈ ആയത്തിൽ നിന്ന് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരിക്കൽ ഹാറൂൺ റഷീദ് അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്ന രംഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഹാറൂൺ റഷീദിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഇന്ന് ഏകദേശം 23ഓളം രാജ്യങ്ങൾ ഒന്നിച്ചു വെച്ചാൽ എത്രയുണ്ടാകുമോ അത്രയും സ്ഥലങ്ങൾ, അത്രയും രാജ്യങ്ങൾ കീഴടക്കിയ ഒരു രാജാവായിരുന്നു ഹാറൂൺ റഷീദ് എന്നത്. ഹാറൂൺ റഷീദ് മരണത്തിന്റെ സന്ദർഭത്തിൽ പറയുന്നത്, ഉരീദു അൻ അറാ ഖബ്രി അല്ലദീ ഉദ്ഫനു ഫീഹി, ഞാൻ ഏതൊരു ഖബറിലാണോ മറമാടപ്പെടുന്നത് ആ ഖബർ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഹമലൂഹു ഇലാ ഖബ്രിഹി, അങ്ങനെ ഖബറിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ഫനളറ ഇലൽ ഖബ്ർ, അങ്ങനെ ഖബറിലേക്ക് നോക്കി, വബക, അദ്ദേഹം കരഞ്ഞു എന്നാണ്. സുമ്മൽതഫത ഇലന്നാസ്, പിന്നെ അദ്ദേഹം ജനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, മാ അഗ്ന അന്നി മാലിയ, എൻ്റെ ധനം അത് എനിക്ക് യാതൊരു ഉപകാരവും ഉപകരിച്ചിട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ എല്ലാ ആധിപത്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് നോക്കി പറഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പാടുന്ന 2 വരി കവിതയുണ്ട്. യാമൻ ലാ യസൂലു മുൽക്കുഹു, അല്ലാഹുവേ നിന്റെ മുൽക്ക് അതൊരിക്കലും നീങ്ങിപ്പോവുകയില്ല. അങ്ങനെയുള്ള റബ്ബേ ഇർഹം, നീ കരുണ കാണിക്കണം. മൻ ഖദ് സാല മുൽക്കുഹു, ആരുടെ ആധിപത്യമാണോ നീങ്ങിപ്പോയിട്ടുള്ളത് അവനോട് നീ കരുണ കാണിക്കണം എന്ന് ഹാറൂൺ റഷീദ് മരണശയ്യയിൽ കിടക്കുമ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്.
അതുകൊണ്ട് നമുക്ക് ലഭിച്ചതെല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്ന് മനസ്സിലാക്കി അങ്ങേയറ്റത്തെ നന്ദിയുള്ള ജീവിതമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. മറ്റൊരിക്കൽ ഹാറൂൺ റഷീദിന്റെ സന്നിധിയിലേക്ക് ഇബ്നു സമ്മാഖ് എന്ന് പറയുന്ന വ്യക്തി വരികയും ഹാറൂൺ റഷീദ് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുകയും ആ വെള്ളം കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഇബ്നു സമ്മാഖ് ചോദിക്കുന്നുണ്ട്, ഈ വെള്ളം എങ്ങാനും ഞാൻ തടഞ്ഞു വെച്ചാൽ താങ്കൾ എന്താണ് ഈ വെള്ളം ലഭിക്കാൻ വേണ്ടി നൽകുക എന്നായിരുന്നു ഇബ്നു സമ്മാഖ് ചോദിക്കുന്നത്. ആ സമയത്ത് ഹാറൂൺ റഷീദ് പറയും, ഞാൻ എൻ്റെ പകുതി ആധിപത്യം, പകുതി രാജാധികാരം ഞാൻ നിനക്ക് നൽകും. ഞാൻ എന്താണ് ഉടമപ്പെടുത്തുന്നത് അതിൻ്റെ പകുതി ഭാഗം ഞാൻ നിനക്ക് നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം കൊടുക്കുകയും വെള്ളം കുടിക്കുകയും കുടിച്ചതിന് ശേഷം വീണ്ടും രണ്ടാമതായി ഇബ്നു സമ്മാഖ് ചോദിച്ചു, ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞു, എന്നാൽ വെള്ളം ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് താങ്കൾ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഹാറൂൺ റഷീദ് രണ്ടാമതായി പറയുന്നത്, ഞാൻ എൻ്റെ ബാക്കി മുൽക്കും ഞാൻ എൻ്റെ ബാക്കി സ്വത്തും എന്തെയും ഞാൻ അതിനുവേണ്ടി ചെലവഴിക്കും എന്നുള്ളതാണ്. ഈ സമയത്താണ് ഇബ്നു സമ്മാഖ് പറയുന്നത്, ലാ ഖൈറ ഫീ മുൽക്കിൻ ലാ യുസാവി ശർബത മാഇൻ. എന്താണ് ഈ മുൽക്കിൽ എന്ത് ഖൈറാണുള്ളത് എന്ന് ചോദിക്കുകയും ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില പോലും താങ്കൾ ഉടമപ്പെടുത്തുന്ന ഈ രാജ്യത്തിനില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹാറൂൺ റഷീദ് കരഞ്ഞു എന്നാണ് ചരിത്രം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടേത് എന്ന് നമ്മൾ കരുതുന്നത് നമ്മുടേതല്ല എന്നതാണ് യാഥാർത്ഥ്യം. 23ഓളം രാജ്യങ്ങൾ ഭരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ചിന്തനീയമായ വാക്കുകളായിരുന്നു അദ്ദേഹത്തിനോട് ആളുകൾ പറഞ്ഞു കൊടുത്തത് എന്ന്. അതുകൊണ്ട് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അവന്റെ കയ്യിലാണ് ആധിപത്യം എന്നതിൻ്റെ ആഴത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നതാണ്. എന്നിട്ട് ആ ആയത്തിൽ പറയുന്നത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ ആധിപത്യവും അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അള്ളാഹു എന്താണ്? എല്ലാത്തിനും കഴിവുള്ളവനുമാണ് എന്നാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും ഖദീർ, കഴിവുള്ളവനാണ് റബ്ബ് എന്നാണ് ആദ്യത്തെ ആയത്തിന്റെ ആശയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ആയത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അല്ലദീ അവൻ എങ്ങനെയുള്ളവരാണ്? ഖലഖൽ മൗത, മരണത്തെ സൃഷ്ടിച്ചു, വൽ ഹയാത, ജീവിതത്തെ സൃഷ്ടിച്ചു, ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, അയ്യുകും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായ പ്രവർത്തനം ചെയ്യുന്നവൻ ആര് എന്ന് പരിശോധിക്കാൻ വേണ്ടി, വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ അങ്ങേയറ്റത്തെ അസീസും ഗഫൂറുമാണ് അല്ലാഹു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത, മരണത്തെ സൃഷ്ടിച്ചു, വൽ ഹയാത, ജീവിതത്തെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പറയുന്നത് മരണത്തെയാണ്. ജീവിതം പറയുന്നതിന് മുമ്പ് ആദ്യമായി പറഞ്ഞത്, പ്രതിപാദിച്ചത് മരണത്തെയാണ്. എന്തായിരിക്കും അതിനുള്ള കാരണം? ആദ്യം മരണത്തെ പ്രതിപാദിക്കാനുള്ള കാരണം ആദ്യം മരണത്തെയാണ് പ്രതിപാദിക്കുന്നത്, പിന്നെയാണ് ജീവിതത്തെ പ്രതിപാദിച്ചത്. പരലോക ജീവിതം അതിന് കുറെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഒന്നാമത്തേത്, നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഹ് മുഫാറഖത്താവലാണ്, ശരീരത്തിൽ നിന്ന് റൂഹില്ലാത്ത അവസ്ഥക്കാണ് മരണം എന്ന് പറയാം. നമ്മൾ കുട്ടിയായിരിക്കെ ഉമ്മയുടെ വയറ്റിൽ റൂഹില്ലാത്ത അവസ്ഥയിൽ ഉണ്ടായ ഒരു കാലമുണ്ട്, എന്നുള്ളതാണ്. അതാണ് മരണം എന്നത് ചെയ്തത് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ നമ്മളില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് മരണത്തെ പറഞ്ഞ് പിന്നെന്ത് ചെയ്തത്? ഹയാത്തിനെ പറഞ്ഞത് എന്നാണ് ഒരു വീക്ഷണം. മറ്റൊന്ന്, നമ്മളെപ്പോഴും ഓർക്കേണ്ടത് മരണത്തെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മരണം ആദ്യം പറഞ്ഞത് എന്നാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം ഹാദിഹിൽ ലദ്ദാത്ത്, എല്ലാ ലദ്ദാത്തുകളെയും എല്ലാ സുഖ സൗകര്യങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം മരണത്തെ പറയുന്നത് എന്നാണ്. കാരണം മരണത്തെ ഓർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജീവിതം ലക്ഷ്യമുള്ള ജീവിതമായി മാറും.
വെറുതെ അല്ല ഈ ജീവിതം, മറിച്ച് ലക്ഷ്യത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത്. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല എന്ന ചിന്ത അവന് അള്ളാഹു വിട്ടുകൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മരണത്തെ ആദ്യം സൂചിപ്പിച്ചത് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു വഅളായിക്കൊണ്ട് മരണമെന്ന വിഷയം മതിയായതാണ്. ഒരു മനുഷ്യനെ മാറ്റാൻ മരണമെന്ന വിഷയം മതിയായതാണ് എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊരു വീക്ഷണം, അതായത് ഈ സൂറത്തിന്റെ പേര് മുൽക്ക് എന്നാണല്ലോ, ആധിപത്യം എന്നാണ്. അപ്പൊ ആധിപത്യം ആർക്കാണുള്ളത്? ഒരാളെ മരിപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്കാണ് എന്തുള്ളത്? ആധിപത്യമുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് ആദ്യം എന്ത് പറഞ്ഞത്? മൗത്തിനെ പറഞ്ഞത് എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ഇനി ഈ മരണത്തിന് എന്തുണ്ട്? മരണത്തിനും ഒരു മരണമുണ്ട് എന്നതാണ്. മരണത്തിനും ഒരു അവസാനമുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യുക്താ ബിൽ മൗതി കഅയ്ഹതി ഖബ്ശിൻ അംലഹ. ഒരു ആട്ടിന്റെ രൂപത്തിൽ, ഒരു ആടിന്റെ രൂപത്തിൽ എന്ത് ചെയ്യും? മരണത്തെ കൊണ്ടുവരുന്ന ഒരു ആടിന്റെ രൂപത്തിൽ. ആ ആടിന്റെ നിറം വെള്ള നിറമാണ്, അതോടൊപ്പം തന്നെ എന്തുണ്ട്? ഒരു കറുത്ത നിറവും അതിലുണ്ട്. ഫയുനാദി മുനാദിൻ, അങ്ങനെ മലക്കുകൾ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗാവകാശികളെ. ഫയശ്റഇബൂൻ വയൻദുറൂൻ, അവരെന്ത് ചെയ്യും? ഇങ്ങനെ എത്തി നോക്കും, എന്താണ് ആ മലക്ക് പറയുന്നത് എന്ന്. ഫയഖൂലു അൽ തഅരിഫൂന ഹാദാ, നിനക്കിതിനെ അറിയുമോ എന്ന് ചോദിക്കും. ആ ആടിനെ കാണിച്ചുകൊണ്ട് അറിയോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയും, നഅം, അതെ അറിയാം, ഹാദൽ മൗത്ത്, ഇത് മരണമാണ്. വകുല്ലുഹും ഖദ് റആഹു, എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാകും. സുമ്മ യുനാദി യാ അഹ്ലൻ നാർ, നരകത്തിന്റെ ആളുകളെ വിളിക്കും. ഫയശ്റഇബൂൻ, അവരും എത്തി നോക്കും. വയൻദുറൂൻ ഫയഖൂൽ അൽ തഅരിഫു ഹാദാ, അവരോട് ചോദിക്കും, നിങ്ങൾക്കറിയുമോ? അവരും പറയും, അതെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫലാ മൗത, ഓ സ്വർഗ്ഗാവകാശികളെ, ഇനി മരണമില്ല, ഇനി നിത്യവാസമാണ്. വയാ അഹ്ലൻ നാർ, ഓ നരകത്തിന്റെ അവകാശികളെ, ഖുലൂദുൻ ഫലാ മൗത, ഇനി മരണമില്ല, ഇനി നിത്യവും അവിടെ നിങ്ങൾ വസിക്കേണ്ടി വരും എന്ന് പറയുകയും ആ ആടിനെ അറുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അവിടെ മരണം അവസാനിക്കുന്നുണ്ട് എന്നതാണ്. അതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും സൃഷ്ടിച്ചു, ജീവിതത്തെയും സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും ഇഹ്സാനോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ ആരാണ് അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ്. അപ്പൊ ഇവിടെ പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എന്തിനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്? അള്ളാഹ്ക്ക് മുമ്പേ അറിയുന്ന വിഷയമല്ലേ ആരൊക്കെയാണ് സ്വർഗത്തിൽ, ആരൊക്കെയാണ് നരകത്തിൽ, പിന്നെ പരീക്ഷണത്തിന്റെ ആവശ്യമെന്ത് എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെല്ലാം മുൻകൂട്ടി അറിയാം. പക്ഷേ ഒരാളെ മുൻകൂട്ടി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സ്വർഗത്തിലും നരകത്തിലും ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരും, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ നരകത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കപ്പെട്ടത്, എന്ത് ചെയ്തിട്ടാണ് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് എന്ന ചോദ്യം ഉയരും. ആ ചോദ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ അള്ളാഹു പരീക്ഷിക്കുന്നത് എന്ന്. അള്ളാഹു അവരെ പരീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് അള്ളാഹു ഹിസാബ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു നരകത്തിലേക്ക് എത്തിയ നരകാവകാശിയെ സംബന്ധിച്ചിടത്തോളം ഓന്റെ മനസ്സിൽ ഉറപ്പുണ്ടെന്ത്, ഓ നരകത്തിന്റെ അഹലുകാരൻ തന്നെയാണ്, അള്ളാഹു യാതൊരു അനീതിയും ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടാവുന്നതാണ്. കാരണം അവന്റെ പ്രവർത്തനം അവനറിയാം. ഇനി സ്വർഗത്തിലേക്ക് എത്തിയാളോ, സ്വർഗത്തിലേക്ക് എത്തിയ ആൾക്കും ദൈവം ബോധ്യമാകും. അപ്പൊ ആ ബോധ്യപ്പെടലിന് വേണ്ടിയിട്ടാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് എന്നതാണ്. അപ്പൊ ജീവിതം ഒരു പരീക്ഷണമാണ്, ജീവിതം ഒരു പരീക്ഷണമാണ് എന്നുള്ളതാണ്. ഈ ആയത്ത് എല്ലാ രാത്രിയും പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ അവൻ അറിയാതെ ഊട്ടുന്ന ഒരു കാര്യമാണെന്ത്? ജീവിതം പരീക്ഷണമാണ്. ഓരോ ദിവസവും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ് ജീവിതം എന്നൊരു ഓർമ്മപ്പെടുത്തലും എല്ലാ രാത്രിയിലും അവൻ സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ പറയുന്നത് അഹ്സനു അമല, ഏറ്റവും നല്ല അമല് ചെയ്യുന്നത് ആര് എന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്തല്ല, മുഹമ്മദ് ഇബ്നു അജ്ലാൻ റഹിമഹുള്ള പറയാണ്, വലം യകുൽ അക്സറു അമല, ഏറ്റവും കൂടുതൽ അമലുകൾ നിങ്ങളിൽ ആര് ചെയ്യുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് ആയത്തിൽ. അങ്ങനെയല്ല പറഞ്ഞത്, മറിച്ച് എങ്ങനെ പറഞ്ഞത്? നല്ല പ്രവർത്തനം എന്നാണ്, അഹ്സനായ പ്രവർത്തനം എന്നാണ്. അപ്പൊ ഒരുപാട് ചെയ്യാന്നുള്ളതല്ല, മറിച്ച് ചെയ്യുന്നത്
ഇഹ്സാനോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇഹ്സാൻ എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലാണ് ഇഹ്സാൻ ഉള്ളത്. ഒന്ന് നിർബന്ധമായും വേണ്ട ഇഹ്സാനാണ്, മറ്റൊന്ന് സുന്നത്തായ ഇഹ്സാൻ. നിർബന്ധമായും വേണ്ട ഇഹ്സാനാണ്. ഒരിക്കൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന ആയത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആ സമയത്ത് പറയും അഖ്ലസുഹു വ അസ്വബുഹു. അതാണ് ആ ആയത്തിന്റെ അർത്ഥം എന്നാണ്. ഇഖ്ലാസ് ഉണ്ടാകണം, ഏറ്റവും ശരിയായതാകണം എന്ന് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് യാ അബാ അലിയിൻ, ഓ അബു അലി, മാ അഖ്ലസുഹു വമാ അസ്വബുഹു. എന്താണ് അഖ്ലസും അസ്വബും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൽ അമല ഇദാ ഖാലിസൻ വലം യകുൻ സവാബൻ ലം യഖ്ബൽ. അദ്ദേഹം പറയാണ് അഖ്ലസ് എന്നുള്ളത് നമുക്കറിയാം, ഇഖ്ലാസോട് കൂടി ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ എന്താണ് അസ്വബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ശരിയായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ശരിയായത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ യകൂന അല സുന്ന, സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാകണം എന്നതാണ്. എന്നാൽ അഖ്ലസ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അൻ യകൂന ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാകണം. അപ്പോൾ ഒരു അമല് നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊന്ന്, ആ ചെയ്യുന്ന അമല് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാതൃകയിലായിരിക്കണം എന്നതാണ്. അതല്ലാതെ നമുക്ക് തോന്നിയ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു കർമ്മം നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം, നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ കിട്ടി, നമ്മുടെ ഉത്തരങ്ങളാണ് എഴുതുന്നത്. എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾ എന്താണോ മനസ്സിലാക്കിയത് അത് ഇങ്ങനെ എഴുതി പോകുന്നു. എന്നിട്ട് അതിന് മാർക്ക് ഇടണം എന്ന് പറഞ്ഞാലോ അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പൊ അതിനേക്കാളും ഉന്നതമാണെന്ത്, അറിയാൻ വേണ്ടി ഒരു ഉദാഹരണം സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിനേക്കാളും ഉന്നതമാണ് അള്ളാഹുവിന്റെ പരീക്ഷണം എന്നുള്ളത്. അപ്പൊ അള്ളാഹു അവിടെ എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് മാത്രമാണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു. അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ആ അമല് സ്വീകരിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടൂല. ഒരുപാട് പുത്തനാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കർമ്മങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇഖ്ലാസിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഇഖ്ലാസിന്റെ നേരെ ഓപ്പോസിറ്റ് ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. ഒരു അമല് ചെയ്യുമ്പോൾ അല്ലാത്ത ഒരാൾക്ക് വേണ്ടി അമല് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഷിർക്ക് സംഭവിക്കും എന്നതാണ്. ഇനി ഷിർക്കിൽ തന്നെ റിയാഉം ഇഖ്ലാസിന്റെ ഓപ്പോസിറ്റാണ്. മറ്റൊരാൾ കാണാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരാൾ കാണുമ്പോൾ നമ്മുടെ അമല് നമ്മൾ ഭംഗിയാക്കുക എന്നുള്ളത്. റുജുബും അതിന്റെ ചെറിയൊരു ഗണത്തിലാണ് പെടുക. റുജുബ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഉഷാറാണ് എന്നൊരു തോന്നൽ. അപ്പൊ അവിടെ ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഷിർക്ക് ഉണ്ടാകാൻ പാടില്ല, റിയാ ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. അതോടൊപ്പം ഇത്തിബാ ഉണ്ടാകണം, അത് അസ്വബാകണം എന്ന് പറയുമ്പോൾ റസൂൽ പഠിപ്പിച്ച രൂപത്തിലാകണം. അതിന്റെ നേർ വിപരീതമാണ് ബിദ്അത്തുകൾ ഉണ്ടാകാൻ പാടില്ല. ബിദ്അത്തുകൾ എന്ന് പറയുമ്പോൾ ദീനിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട കർമ്മങ്ങളാണ്. നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചേർക്കപ്പെടുന്നത് എന്തല്ല, അത് നല്ലതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സോഷ്യൽ മീഡിയയിലും നമ്മുടെ നാടുകളിലുമൊക്കെ ആളുകൾ ചെയ്തു വരുന്നുണ്ട് എന്നത് എന്തല്ല, അത് ചെയ്യാനുള്ള തെളിവല്ല, മറിച്ച് റസൂലിന്റെ അടുക്കലിൽ നിന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു വരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നതിന്റെ വിശദീകരണമായി മനസ്സിലാക്കേണ്ടത്. അടുത്തത് വഹുവൽ അസീസുൽ ഗഫൂർ, വഹുവൽ അസീസുൽ ഗഫൂർ. അപ്പൊ ഇത് ഈ ഒരു കോംബോ അൽ അസീസ് അൽ ഗഫൂർ എന്നുള്ളത് ഖുർആനിൽ വളരെ ചുരുക്കം വന്നൊരു കോംബോയാണ്. സാധാരണ നമ്മൾ ഭക്ഷണത്തിന്റെ വിഷയത്തിലൊക്കെ കോംബോ എന്ന് പറയാറുണ്ട്. അപ്പൊ വേറിട്ട ഒരു കോംബോ കണ്ടു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ചോദിക്കും. അപ്പൊ അൽ അസീസുൽ ഗഫൂർ എന്നത് ഒറ്റ സ്ഥലത്താണ് വന്നിട്ടുള്ളത്, അതിവിടെയാണ്. പിന്നെ വന്നത് അൽ അസീസുൽ ഗഫാർ എന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. കാരണം മുമ്പുള്ള ആയത്തുകളൊക്കെ ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹിന്റെ അടുക്കലാണ് മുൽക്കുള്ളത്. എല്ലാത്തിനും അള്ളാഹു കഴിവുറ്റവനാണ്. അള്ളാഹുവാണ് മരണത്തെയും ജീവിതത്തെയും ഒക്കെ സൃഷ്ടിച്ചത്. ഒക്കെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അസീസാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭയം എന്നുണ്ടാവും, അടിമയിലുണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയണം അള്ളാഹു ആരാണ്? അൽ ഗഫൂർ. ഭയവും ഉണ്ടാകണം. അതോടൊപ്പം അള്ളാഹു എന്താണ്? അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് എന്നാണ്. അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. എത്ര പാപങ്ങൾ ചെയ്താലും ആ പാപങ്ങളൊക്കെ പുറത്തു തരുന്നവനാണ് അള്ളാഹു എന്നാണ് വഹുവൽ അസീസുൽ ഗഫൂർ എന്നതിന്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ആയത്ത് അല്ലദീ ഖലഖ സബ്അ സമാവാതി തിബാഖ. അല്ലദീ യാതൊരുവനാണ് ആ റബ്ബ്, ഖലഖ സൃഷ്ടിച്ചു,
സബ്അ സമാവാതി 7 ആകാശങ്ങളെ തിബാഖൻ അടുക്കടുക്കുകളായി സൃഷ്ടിച്ചു. മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ, നിനക്ക് റഹ്മാനിന്റെ സൃഷ്ടിയിൽ നിനക്ക് കാണാൻ സാധ്യമല്ല. മിൻ തഫാവുത്, ഒരു വൈകല്യം, ഒരു ഏറ്റക്കുറവ് നിനക്ക് കാണാൻ സാധ്യമല്ല. ഫർജിഇൽ ബസറ, നീ വീണ്ടും ചെയ്തോ, നിന്റെ കണ്ണിനെ നീ വീണ്ടും ആ ദൃഷ്ടി അതിലേക്കൊന്ന് പായിപ്പിച്ചു നോക്കുക. ഹൽ തറാ മിൻ ഫുതൂർ, നിനക്ക് വല്ല വിടവും വല്ല നെഗറ്റീവുകളും നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ അവിടെ ആദ്യം പറഞ്ഞു വെക്കുന്നത് അല്ലദീ ഖലഖ സബ്അ സമാവാതി തിബാഖ, 7 ആകാശങ്ങളാണ് അല്ലെ. സബ്അ സമാവാത് എന്നാ പറഞ്ഞിട്ടുള്ളത്, 7 ആകാശങ്ങൾ. ആ ആകാശങ്ങൾ എങ്ങനെയുള്ളത്? തട്ടുകളായിട്ടാണ്. നമ്മൾ ഏതാകാശത്തിന്റെ കീഴിലുള്ളത്? ഒന്നാമത്തെ ആകാശത്തിന്റെ കീഴിലാണ്. ഒന്നാമത്തെ ആകാശത്തിന്റെ പരിധി എത്ര എന്ന് പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, സയൻസിന്റെ ലോകത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ ആകാശത്തിന്റെ പരിധി എത്ര എന്ന് പോലും, അത്രയും വിശാലമാണ് യൂണിവേഴ്സ് എന്നുള്ളതാണ്. യൂണിവേഴ്സിന്റെ പരിധി എത്ര എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പറയാം, കാണാൻ പറ്റുന്ന യൂണിവേഴ്സ് ഇപ്പോൾ എവിടെയാണോ പഠനം എത്തി നിൽക്കുന്നത് അതിന്റെ പരിധി എന്നാണ് പറയുന്നത്. അതിന്റെ പരിധി ഇത്രയാണ് എന്ന് പറയാനേ വകുപ്പുള്ളൂ. അപ്പൊ ആ യൂണിവേഴ്സിന്റെ കീഴിലാണ് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളും നമ്മൾ കാണുന്ന ഗോളങ്ങളും ഒക്കെ ഉള്ളത്. ആ ഒറ്റ ആകാശത്തിന്റെ കീഴിലാണ്. അത് തന്നെ അങ്ങേയറ്റം വിശാലതയുള്ള ലോകമാണെന്നുള്ളതാണ്. അത് തന്നെ അങ്ങേയറ്റം വിശാലാണ്. ഇനി അതിന്റെ മുകളിലും എന്തുണ്ട്? ആകാശങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, പഠനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് അറിവിൽ നിന്ന് ഇല്ലാ ഖലീല, വളരെ കുറച്ച് മാത്രം ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് സൂചിപ്പിക്കുകയാണ്, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, മാ തറാ, നിനക്ക് കാണുക സാധ്യമല്ല, ഫീ ഖൽഖിർ റഹ്മാൻ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ, മിൻ തഫാവുത്, ഒരു ഏറ്റക്കുറവ്, ഒരു വൈകല്യം. ആകാശത്തിലേക്ക് നോക്കിയിട്ട് ആകാശത്തിന്റെ കളർ ഇങ്ങനെയാണ് ആകേണ്ടത്, അതല്ലെങ്കിൽ ആകാശം ഇങ്ങനെയല്ല വേണ്ടത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നാണ്. ഒരിക്കലും നമുക്ക് അങ്ങനെ നോക്കിയിട്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെയാണ് ഇത് വരേണ്ടത്, ഇവിടെയാണ് ഇത് വരേണ്ടത് എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല എന്നാണ്. അത്രയും പെർഫെക്ഷനിലാണ് അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. എന്തിനേറെ, മനുഷ്യനെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ മൂക്ക് ഇവിടെ അല്ല വേണ്ടത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റൂല. ഒരാൾക്കും ചെയ്യാൻ പറ്റൂല, അങ്ങനെ പറയാൻ പറ്റൂല എന്നുള്ളതാണ്. കണ്ണ് ഇവിടെ അല്ല വേണ്ടത്, കണ്ണ് കുറച്ചും കൂടി ഇങ്ങനെയാ വേണ്ടത്, ചെവി ഇങ്ങനെയാ വേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ പറയൂല. കാരണം അത്രയും പെർഫെക്റ്റിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അതാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത്, ഫർജിഇൽ ബസറ, നീ എന്ത് ചെയ്യും, നിന്റെ കാഴ്ചയെ നീ തിരിച്ചു നോക്ക്, വീണ്ടും എന്ത് ചെയ്യും, നീ അത് ആവർത്തിച്ച് ഒന്ന് നോക്കിക്കൊള്ളുക. ഹൽ തറാ മിൻ ഫുതൂർ, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ, എന്നിട്ട് നിനക്ക് വല്ല വിടവും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നീ നോക്ക് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം, യാതൊരു വിടവും അതിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കാണിക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചോദിക്കുന്നത് എന്ന്. എന്നിട്ട് വീണ്ടും പറയാം, സുമ്മർജിഇൽ ബസറ, നീ എന്ത് ചെയ്യും, വീണ്ടും നിന്റെ ദൃഷ്ടിയെ നീ മടക്കി അയക്കും. കർറത്തൈനി, എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. സുമ്മർജിഇൽ ബസറ കർറത്തൈനി, 2 പ്രാവശ്യം നീ മടക്കി അയക്കുക. യൻഖലിബ് ഇലൈക, നിന്നിലേക്ക് തന്നെ എന്ത് ചെയ്യും, തിരിച്ചു വരും. അൽ ബസറു, കാഴ്ച, ഖാസിഅൻ, നിന്യനായിക്കൊണ്ട്. കാരണം തെറ്റൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റണില്ല, യാതൊരു അപൂർണതയും നമുക്ക് കണ്ടെത്താൻ പറ്റൂല. അപ്പൊ അങ്ങനെ നിന്യമായിട്ട് എന്ത് ചെയ്യും, തിരിച്ചു വരും. വഹുവ ഹസീർ, അതിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എവിടെയെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് സ്ട്രെയിൻ എടുക്കും. കണ്ണിന് എപ്പോഴും സ്ട്രെയിൻ എടുക്കുക, ഓവർലോഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ കുറേ കാര്യത്തിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കണ്ണിന് സ്ട്രെയിൻ എടുക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ആകാശത്തിലേക്ക് നോക്കുകയാണ്, എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നാലോ, അള്ളാഹ് പറയണത് ഹസീറായിട്ട്, അങ്ങേയറ്റത്തെ ഹസീറായിക്കൊണ്ട്. ഹസീർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കലീൽന, പരവശപ്പെട്ടതാവുക എന്നുള്ളതാണ്. അതായത് എന്ത്, ക്ഷീണിച്ചു പോകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത്രയും വളരെ കൃത്യമായിട്ടാണ് അള്ളാഹു ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത്, സൃഷ്ടിപ്പിൽ യാതൊരു പോരായ്മയും ഇല്ല എന്ന് അള്ളാഹു പറഞ്ഞു. സൃഷ്ടിപ്പിൽ എന്തില്ല, യാതൊരു പോരായ്മയും ഇല്ല. ഇനി അടുത്ത ആയത്തിൽ പൂർണ്ണതയെക്കുറിച്ച് പറയാം. അള്ളാഹു പൂർണ്ണതയെക്കുറിച്ചാണ് പറയുന്നത്. വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയ ബിമസാബീഹ, വലഖദ്, തീർച്ചയായും, സയ്യന്ന, നാം അലങ്കരിച്ചിട്ടുണ്ട്,
അസ്സമാ അദ്ദുന്യ, ദുനിയാവിലെ ആകാശത്തെ, അതായത് നമ്മൾ കാണുന്ന ആകാശത്തെ അലങ്കരിച്ചിട്ടുണ്ട്. ബിമസാബീഹ, വിളക്കുകൾ കൊണ്ട്. അവിടെ മസാബീഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങളാണ്, നക്ഷത്രങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ, ആ നക്ഷത്രങ്ങളെ നാം ആക്കിയിട്ടുണ്ട് റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചിനെ ആട്ടി ഓടിക്കുന്നവ, എറിഞ്ഞാട്ടുന്നവയാക്കിയിട്ട് നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട്. വഅഅതദ്ന, നാം ഒരുക്കി വെച്ചിട്ടുണ്ട് ലഹും, ആ പിശാചുക്കൾക്ക് അദാബസ്സഈർ, ജ്വലിക്കുന്ന നരകാഗ്നി അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പൊ അവിടെ വലഖദ് സയ്യന്ന അസ്സമാ അദ്ദുന്യ, ആകാശം, നമ്മൾ കാണുന്ന ആകാശത്തെ അലങ്കരിച്ചു നാം പറയുന്നത്. എന്തുകൊണ്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്? നക്ഷത്രങ്ങളെ കൊണ്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. ഇനി ആ നക്ഷത്രങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? അതാണ് വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ. പിശാചുക്കൾ എന്ത് ചെയ്യും? മലക്കുകൾ പറയുന്നത് കട്ട് കേൾക്കുന്ന ഒരു സ്വഭാവം പിശാചുക്കൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അവർക്കെതിരെന്ത് ചെയ്യും? ഈ പറയുന്ന നക്ഷത്രങ്ങൾ അവർക്കെതിരെയുള്ള ഒരു ശിക്ഷ എന്നോണം, അവർ കട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് നക്ഷത്രത്തെ എന്ത് ചെയ്തിട്ടുള്ളത്? വെച്ചിട്ടുള്ളത് എന്ന്. ലഹും, അതോടൊപ്പം തന്നെ, അപ്പൊ ദുനിയാവിലും അവർക്ക് ശിക്ഷയുണ്ട്, പിശാചുക്കൾക്ക് ദുനിയാവിലും ശിക്ഷയുണ്ട്. എന്ത് ചെയ്യും? ആ നക്ഷത്രങ്ങളിൽ നിന്ന് ഏറ് ലഭിക്കും. അതോടൊപ്പം തന്നെ നരകത്തിലും ശിക്ഷയുണ്ട്. അതാണ് വഅഅതദ്നാ ലഹും അദാബസ്സഈർ എന്ന് പറഞ്ഞത്. ഒരുപാട് ആയത്തുകൾ സൂറത്തു സ്വാഫാത്തിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളിൽ ഇതിന് സമാനമായ ആശയം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നത്, ഇന്നമാ ഖുലിഖത് ഹാദിഹി നുജൂമു ലിസലാസി ഖിസാലിൻ, 3 പ്രത്യേകതകൾക്ക് വേണ്ടിയിട്ടാണ് നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഒന്നാമത്തേത് ഖലഖഹല്ലാഹു സീനതൻ ലിസ്സമാ, ആകാശത്തിന് ഭംഗി എന്നോണമാണ്. രണ്ടാമത്തേത് റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചിനെ ആട്ടി ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തേത് അലാമാത്തിൻ യുഹ്തദാ ബിഹാ, അതായത് പോകുന്ന ആളുകൾക്ക്, സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരു അടയാളമായിക്കൊണ്ട് കൃത്യമായി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ നക്ഷത്രങ്ങളെ വെച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുള്ളത്, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്തിലാണ്? തീ കൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ അവർക്കെതിരെന്ത് ചെയ്യും? ഈ നക്ഷത്രങ്ങൾ എറിയപ്പെടുന്നു പറഞ്ഞല്ലോ, നക്ഷത്രങ്ങളിലുള്ളത് എന്താണ്? തീജ്വാലകളാണ്. തീജ്വാലകളാണ് എന്ത് ചെയ്യാൻ? എറിയപ്പെടുക. അപ്പൊ എങ്ങനെയാണ് അവർക്കതൊരു ശിക്ഷയായി മാറുക എന്നൊരു ചോദ്യം ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തേത് മനുഷ്യൻ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എങ്ങനല്ല, നമ്മൾ കാണുന്ന ആ മണ്ണ് പോലെയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അല്ല, അടിസ്ഥാനം എന്താണ്? മണ്ണ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പൊ അതേപോലെയാണ് എന്ത്? തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അടിസ്ഥാനം എന്താണ്? തീയാണ്. പക്ഷെ രൂപവും പോലൊക്കെ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാകും എന്നതാണ്. മറ്റൊരു ഉത്തരം എന്നുള്ളത്, അവിടെ അവര് തീ കൊണ്ടാണ് പടക്കപ്പെട്ടത്, എന്നാൽ അതിനേക്കാളും സ്ട്രോങ് ആയിരിക്കും എന്ത്? അവർക്ക് എറിയപ്പെടുന്ന തീ എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താവും? അത് അവർക്കൊരു ശിക്ഷയായി മാറും എന്നുള്ളതാണ്. എന്നിട്ട് അടുത്ത ആയത്തില് വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഅ്സൽ മസീർ, വലില്ലദീന, ഒരു കൂട്ടർക്കുണ്ട്, കഫറൂ, അവർ അവിശ്വസിച്ചു, ബിറബ്ബിഹിം, അവരുടെ റബ്ബിൽ, അദാബു ജഹന്നം, നരകത്തിന്റെ ശിക്ഷ അള്ളാഹുവിൽ അവിശ്വസിച്ച അവിശ്വാസികൾക്കുണ്ട്, വബിഅ്സൽ മസീർ, അത് എത്ര മോശമായ സങ്കേതമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത്രയും മോശമായ വാസസ്ഥലാണെന്ത്? നരകം എന്നുള്ളത്. 7-ാമത്തെ ആയത്ത്, ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ, ഇദാ ഉൽഖൂ, അവരെറിയപ്പെട്ടാൽ. അത് വല്ലാത്തൊരു വാചകമാണല്ലോ പറയുന്നത്. ഇദാ ഉൽഖൂ, അവർ എറിയപ്പെട്ടാൽ. ഒരു മനുഷ്യനെ എറിയാന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ നിന്ദ്യതയാണ്. ഒരു മനുഷ്യനെ എറിയാന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ നിന്ദ്യതയാണ്. അപ്പൊ നരകത്തിലേക്ക് എന്ത് ചെയ്യും? അള്ളാഹു അവരെ നേരെ കൊണ്ടുപോവുകയല്ല, മറിച്ച് എറിയുകയാണ് എന്ത് ചെയ്യാന്നുള്ളതാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇദാ ഉൽഖൂ ഫീഹാ, അവർ നരകത്തിലേക്ക് എറിയപ്പെട്ടാൽ, സമിഉ, അവർ കേൾക്കും, ലഹാ, ആ നരകത്തിന്റെ, ഷഹീഖൻ, നരകത്തിനൊരു ഗർജന ഉണ്ടാവുന്നതാണ്. നരകം ഇങ്ങനെ തിളച്ചു മറിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു ശബ്ദം അവർ കേൾക്കും. അപ്പൊ നരകത്തിന് ശബ്ദമുണ്ട്, വഹിയ തഫൂർ എന്നാണ്. അത് തിളച്ചു മറിയുന്നുണ്ടാകുന്ന, ആ നരകത്തിലെ തീ തിളച്ചു മറിയുന്നുണ്ടാകും. അപ്പൊ നരകം സംസാരിക്കും, നരകം സംസാരിക്കും. വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്നെന്ത് ചെയ്യും? അള്ളാഹുവിനോട് നരകം ചോദിക്കുന്നുണ്ട്, ഇനിയും ആളുകളുണ്ടോ, കത്തി എരിയപ്പെടാൻ ഇനിയും ആളുകളുണ്ടോ എന്ന്. അപ്പൊ നരകം സംസാരിക്കും എന്നതിനുള്ള ഒരു തെളിവും കൂടിയാണ് ഈ ആയത്ത് എന്നുള്ളത്. എന്നിട്ട് പറയാണ്, തകാദു തമയ്യസു മിനൽ ഗൈർ,
കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ തകാദു തമയ്യസു മിനൽ ഗൈദ്. ഗൈദ് എന്ന് പറഞ്ഞാൽ കോപം എന്നാണ്. ഗൈദ് എന്ന് പറഞ്ഞാൽ കോപം. തമയ്യസു പൊട്ടിപ്പിളരുക എന്നുള്ളതാണ്. അപ്പൊ കോപം നിമിത്തം അത് പൊട്ടിപ്പിളരാനായിട്ടുണ്ട് എന്നാണ്. കോപം നിമിത്തം അതിൻ്റെ ആ നരകത്തിന്റെ കോപം നിമിത്തം അത് പൊട്ടിപ്പിളരാനായിട്ടുണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, അതിലേക്ക് ഒരു കൂട്ടം എറിയപ്പെടുമ്പോൾ, അതിലേക്ക് ഒരു കൂട്ടം ആളുകൾ എറിയപ്പെടുമ്പോൾ സഅലഹും അവരോട് ചോദിക്കും, ഖസനതുഹാ അതിൻ്റെ കാവൽക്കാർ ചോദിക്കുന്നതാണ്, അലം യഅതികും നദീർ നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലേ എന്നുള്ളത്. അപ്പൊ മലക്കുകളെ, നരകം കാക്കുന്ന മലക്ക് എന്നത് കാണാൻ തന്നെ വിരൂപമായ രൂപമായിരിക്കുന്നതാണ്. ഗിലാദുൻ ഷിദാദ്, അങ്ങേയറ്റത്തെ വിരൂപമായ രൂപമായിരിക്കും മലക്കുകൾക്ക് ഉണ്ടാവുക. ആ നരകത്തെ കാക്കുന്ന മലക്കിന് ആ രൂപമാണ് ഉണ്ടാവുക. എന്നാൽ അടിസ്ഥാനപരമായ മലക്കുകൾ എങ്ങനെയായിരിക്കും കാണാൻ? ഭംഗിയുള്ളതാവും അല്ല ഭംഗിയില്ലാത്തതോ? ഭംഗിയുള്ളതായിരിക്കും. ഭംഗിയുള്ള ആളുകളായിരിക്കും മലക്കുകൾ അടിസ്ഥാനപരമായിട്ട്. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ആ സ്ത്രീകള്, ഇത് മനുഷ്യനല്ല, മഹാദാ ബശറ, ഇത് മനുഷ്യനല്ല, മറിച്ച് ആരാണിത്? ഇത് മലക്കാണ്. അത്രയും ഭംഗിയാണെന്ത് മലക്കുകൾ ഉണ്ടാവാന്ന്. എന്നാൽ ചില മലക്കുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് നരകത്തെ കാക്കുന്ന മലക്ക്, ഖബറിൽ ചോദ്യത്തിന് വരുന്ന മലക്ക്, അവരൊക്കെ കാണാൻ വിരൂപമായ, പേടിപ്പെടുത്തുന്ന രൂപമായിരിക്കും ഉണ്ടാവുക എന്നാണ് പറഞ്ഞു വെക്കുന്നത്. 9-ാമത്തെ ആയത്ത്, قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. قالوا അവർ പറയും, ബല അതെ, ഖദ് ജാഅന നമുക്ക് വന്നിട്ടുണ്ട്, നദീറുൻ താക്കീതുകാരൻ, ഫകദ്ദബ്ന നമ്മൾ എന്ത് ചെയ്തു? കളവാക്കി, വഖുൽന നമ്മൾ പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ അല്ലാഹു എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ഇറക്കിയിട്ടില്ല, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ നിങ്ങൾ വളരെ വലിയ വഴിപിഴവിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. ആരെക്കുറിച്ചാണ് ഇവർ പറയുന്നത്? അവരെ താക്കീത് ചെയ്യാൻ വന്ന ആളുകളെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ വഴികേടിലാണ്, നിങ്ങൾ നന്മയുടെ മാർഗത്തിലല്ല, നിങ്ങൾ ഹുദയിലല്ല, നേർമാർഗത്തിലല്ല എന്ന് അവരോട് പറയുന്ന. എന്നിട്ട് അവർ പറയാണ്, വഖാലു അവർ പറയും, ലൗ കുന്നാ നസ്മഉ നമ്മൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ നമ്മൾ സഈറിന്റെ നരകത്തിന്റെ ആളുകളായി നമ്മൾ മാറുമായിരുന്നില്ല എന്നതാണ്. അപ്പൊ അവർ കേട്ടിട്ടുണ്ട് അല്ലെ? ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിരുന്നെങ്കിൽ നാം, പക്ഷെ അവർ എങ്ങനെ കേട്ടിട്ടില്ല? ആഖിറത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ അവർ കേട്ടിട്ടില്ല. മറിച്ച് റസൂലിന്റെ പ്രബോധനം അവർ കേട്ട ആളുകളാണ്, വീക്ഷിച്ച ആളുകളാണ്, കണ്ട ആളുകളാണ്. പക്ഷെ ആഖിറത്തിന് ഉപകരിക്കുന്ന രീതിയിൽ അവർ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് ആയത്തിൽ പറയുന്ന വിഷയമാണ് നമ്മൾ കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന്. സൂറത്തുൽ ഫുർഖാനിൽ 44-ാമത്തെ ആയത്ത്, അം തഹ്സബ് അന്ന അക്സറഹും യസ്മഊന ഔ യഅഖിലൂൻ ഇൻഹും ഇല്ലാ കൽ അൻആം ബൽ ഹും അദല്ലു സബീല അവർ നാൽക്കാലികളാണ്, അല്ല നാൽക്കാലികളെക്കാളും വഴിപിഴച്ചവരാണ് എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്നുള്ളത്, കേൾവിക്കാണോ പ്രാധാന്യം കൂടുതൽ, അതല്ല കാഴ്ചക്കാണോ പ്രാധാന്യം കൂടുതൽ? ഒരു മനുഷ്യന്റെ കേൾവിക്കാണോ പ്രാധാന്യം, അതല്ല കാഴ്ചക്കാണോ? കേൾവിയാ? എങ്ങനെ ശരിയാവുള്ളൂ? അപ്പൊ കേൾവിക്കാണ് പ്രാധാന്യം കൂടുതൽ. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണം, നമുക്ക് ദൂരമുള്ളത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാലോ? ഇല്ല, കാഴ്ചക്കൊരു പരിധിയുണ്ട്. എന്നാൽ കേൾവിക്കോ? നമുക്ക് കാണാൻ പറ്റാത്തത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കാഴ്ച എന്നുള്ളത് ഒരു സമയത്ത് ഒരു ദിശയിലേക്കാണ്. നമുക്ക് ഇവിടെയും കാണാൻ പറ്റുമോ? ഇല്ല. എന്നാൽ കേൾവി അങ്ങനല്ല, മുമ്പിൽ നിന്ന് ഒരാൾ വിളിച്ചാലും ബാക്കിൽ നിന്ന് ഒരാൾ വിളിച്ചാലും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഈ ആയത്ത് വെച്ചിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, കേൾവിക്കാണെന്ത് പ്രാധാന്യം കൂടുതൽ എന്നാണ്. കേൾവിക്കാണ് പ്രാധാന്യം കൂടുതൽ. എന്തായാലും രണ്ടിനും എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നതാണ്. അപ്പൊ അവിടെ മറ്റൊന്ന്, രണ്ടും കേൾവിയും കാഴ്ചയും ഹൃദയത്തിലേക്കുള്ള ഒരു വാതിലാണ് എന്നാണ്. നമ്മൾ എന്ത് കേൾക്കുന്നുവോ, നമ്മൾ എന്ത് കാണുന്നുവോ, അതെന്ത് ചെയ്യും? ഹൃദയത്തിൽ പ്രതിഫലിപ്പിക്കപ്പെടും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നല്ലതായി കഴിഞ്ഞാൽ ഹൃദയം എന്ത് ചെയ്യും? ഹൃദയം നല്ലതായി മാറും എന്നുള്ളതാണ്. അതാണ് വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ
ഫി അസ്ഹാബിസ് സഈർ. ചിന്തിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നില്ല? നരകത്തിൻ്റെ അവകാശികളിൽ നമ്മൾ ഉൾപ്പെടുമായിരുന്നില്ല എന്ന്. അപ്പോൾ അവിടെ എടുത്തു പറയുന്ന കാര്യമാണ്, നമ്മൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നല്ലത് കേൾക്കണം എന്നുള്ളതാണ്. നല്ലത് കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യണം? സാധിക്കണം. അതോടൊപ്പം തന്നെ ചിന്തിക്കണം എന്നൊക്കെയാണ് ആ ആയത്തിൽ പറയുന്നത്. എന്നിട്ട് അവസാനിപ്പിക്കുന്നത് ഫഅതറഫു ബിദംബിഹിം ഫസഖ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. അപ്പോൾ അവർ അവരുടെ തിന്മകൾ അംഗീകരിച്ചു. അവിശ്വാസികൾ എന്ത് ചെയ്തിട്ടില്ല? അവർ ദുനിയാവിലായിരിക്കെ റസൂലിനെ ചീത്ത പറയുകയും വളരെ മോശമായ രൂപത്തിൽ പെരുമാറുകയും ബത്സിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അവരെന്ത് ചെയ്തു? അംഗീകരിച്ചു. അവർ പറയണം, ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ നരകത്തിൻ്റെ ആളുകളായി മാറുമായിരുന്നില്ല. എന്നിട്ട് 11-ാമത്തെ ആയത്തിൽ പറയുന്നത് ഫഅതറഫു ബിദംബിഹിം, അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം എന്ത് ചെയ്യും? ഏറ്റുപറയും. ഫഅതറഫു ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. ഫസുഹ്ഖൻ, ശാപമുണ്ട്, ലിഅസ്ഹാബിസ് സഈർ, നരകത്തിൻ്റെ ആളുകൾക്ക് ശാപമാണ് എന്നെന്ത് ചെയ്യും? പറയപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സൂറത്തുൽ മുൽക്കിലെ കുറച്ച് ആയത്തുകളാണ് നമ്മൾ ഇന്ന് വിശദീകരിച്ചത്. വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള വിശദീകരണമാണ്. നമ്മൾ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യാൻ നമ്മളൊരു സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് നിത്യവും പാരായണം ചെയ്യുന്ന അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.